കൊടുക്കുമ്പോ എനിക്കെന്റെ ഹൃദയം ഇവിടെ വെച്ചിട്ട് പോവാൻ പറ്റുമോ? ഞാൻ പോകുമ്പോ എന്റെ കുഞ്ഞും എന്റെ കയ്യിലുണ്ടാവും. നിന്റെ കുഞ്ഞോ? പിന്നെ നിന്റെ കുഞ്ഞാണോ വൈഗ? വൈഗ മോളെ എന്റെയാ. ഞാൻ പ്രസവിച്ച എന്റെ മകൾ. നീ പ്രസവിച്ച കഥയൊന്നും ഇവിടെ വിളമ്പണ്ട. 101 തവണ ആവർത്തിച്ച വൃത്തികേടാ പിന്നെ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പോകുന്നത്. പൊക്കിൾ കൂടി വേർപെടുത്തിയതിനു ശേഷം കാമുകനോട് ഒളിച്ചോടി പോകുന്ന പോലെ ആണോടി അമ്മ എന്ന് വിളിക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിന്റെ നാണംകെട്ട ഹിസ്റ്ററി കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവർക്ക് കോടതി അനുവദിച്ച അനുകൂല വിധി നടപ്പാക്കണം. പിന്നെ എന്റെ ധാർമ്മിക രോഷം താൻ വന്ന് പ്രകടിപ്പിക്കോടോ? താൻ എവിടത്തെ ഗവൺമെന്റ് വക്കീല? തനിക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിലേ താൻ എന്നെ അറസ്റ്റ് ചെയ്യടോ. മിക്കവാറും ഇവിടെ അതൊക്കെ വേണ്ടി വരും. നിങ്ങളെനിക്ക് ശരിക്കും അറിയാം. നിങ്ങളെ ഇന്ദ്രജയുടെ കുലാണ്ടറല്ലേ? പണ്ടേ അറിയാം എനിക്ക് നിങ്ങളെ. ഇവിടെ ഇനി എന്റെ പേരിൽ തർക്കിച്ചിട്ടൊന്നും ആർക്കും ഒരു പ്രയോജനവും ഇല്ല. ഞാൻ വന്നത് വഴക്കിടാനൊന്നും അല്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ ഇങ്ങനെ തന്നേക്ക്. കുഞ്ഞിനെ നീ വാങ്ങിച്ചോണ്ട് പോവോടി? പോവോന്ന് മര്യാദയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ തരില്ല. അതുകൊണ്ടാണ് ഞാൻ കോടതി ഉത്തരവോടുകൂടി വന്നത്. ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. കുഞ്ഞിനെ ഞങ്ങൾ തരില്ല. അങ്ങനെ അങ്ങ് പ്രഖ്യാപിച്ചു കളയില്ലേ രാജലക്ഷ്മി അമ്മേ? ഈ നടപടി തടഞ്ഞ നിങ്ങൾ വിവരം അറിയും. എന്താ എന്താ ഇതൊക്കെ? ഈ കുട്ടിയുടെ അമ്മ ദാ ഈ നിൽക്കുന്ന സ്ത്രീയാ. അവർക്ക് ആ കുട്ടിയെ കൊടുക്കണം. അതിനാ ഞങ്ങൾ വന്നത്. അതിനെ കുട്ടിയുടെ ചോറൂണ് തടയുകയാണോ വേണ്ടത്? അതൊക്കെയാണോ ഒരു മര്യാദ? നിങ്ങൾ മര്യാദയൊന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട. പോലീസിന്റെയും പട്ടാളത്തിന്റെയും വിരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇത് പരിശുദ്ധമായ ദേവാലയമാ. ഇവിടെ വെല്ലുവിളികളൊന്നും പാടില്ല. ഈ കോമ്പൗണ്ടിൽ കയറി കളിച്ചാൽ നിങ്ങൾ വിവരം അറിയും. എന്റെ ദേവി മഹാമായ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണേ. എന്റെ ദേവി, ഞാൻ ഇന്ന് വരെ ആരുടെ മുമ്പ് തല കുനിച്ചിട്ടില്ല. തല കുനിക്കാനുള്ള അവസരം നീ എനിക്ക് തന്നിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ ഒരാളുടെ മുമ്പിൽ തല കുനിക്കാൻ പോവുക. ഒരു പെണ്ണിനോട് കുറെ കാരുണ്യം കാണിച്ചതിന്റെ പേരിൽ. മൈഥിലി, ഈ കുഞ്ഞ് ഞങ്ങളുടെ എല്ലാം ദൗർബല്യോ. ദയവ് ചെയ്ത് നീ ഇതിനെ കൊണ്ടുപോകരുത്. ഒരമ്മയുടെ വാത്സല്യത്തെ പറ്റി ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഈ കുഞ്ഞിനെ പ്രസവിച്ച ഈ കുഞ്ഞിന്റെ അമ്മ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ദൗർബല്യം എനിക്കല്ലേ ഇവളോട്. അതുകൊണ്ട് ഞാൻ ഇവളെ അങ്ങ് എടുക്ക്. മൈഥിലി, എന്റെ ഒരു അപേക്ഷ, നീ ഈ കുഞ്ഞിനെ കൊണ്ടുപോകരുത്. ഏതൊരു പെൺകുഞ്ഞും അവളുടെ അമ്മയോടൊപ്പാ താമസിക്കേണ്ടത്. എന്റെ കുഞ്ഞ് എന്നോടൊപ്പം താമസിക്കും. മോളെ. രാജലക്ഷ്മി, വിഷമിക്കാതെ. ഞാനൊരു ഓപ്ഷൻ പറയാം. കുഞ്ഞു മൈഥിലിക്കൊപ്പം തന്നെ താമസിക്കട്ടെ. മൈഥിലി ചെമ്പകമംഗലത്ത് താമസിച്ചാ പോരെ? അയ്യോ, അതൊക്കെ ചെമ്പകമംഗലത്തെ നേത്യാരമ്മമാർക്ക് സ്വീകാര്യമാവൂ? എനിക്ക് സന്തോഷമാണ്. ഇവളുണ്ടെങ്കിൽ ചെമ്പകമംഗലത്ത് എന്നും യുദ്ധം ഉണ്ടാവും. എനിക്ക് യുദ്ധം കാണാൻ വലിയ ഇഷ്ടം. എന്താ ഞാൻ ചോദിച്ചതിന് ആർക്കും മറുപടിയില്ലേ? മുത്തശ്ശൻ പറഞ്ഞ ഓപ്ഷൻ എല്ലാവർക്കും സ്വീകാര്യമാവോന്ന്? സ്വീകാര്യമാവും.
ചെമ്പകമംഗലത്തിന്റെ ഒരു ഗതികേടെ. ആ വ്യവസ്ഥ ഞാൻ അംഗീകരിക്കാം, പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട്. ഇത്രയും നാള് ഞാൻ ചെമ്പകമംഗലത്ത് തുടർന്നത് വലിഞ്ഞു കയറി വന്ന ഒരു അഭയാർത്ഥിയെ പോലെയായിരുന്നു. ഇനി മുതൽ അത് പാടില്ല. ആ അത് ന്യായം. ഇനി മുതലേ ചെമ്പകമംഗലത്തെ വാതുക്കല് ഒരു കസേരയിട്ടങ്ങിരുന്നോണം. അല്ല, പെട്ടെന്ന് ബോധം പോയി എന്തോ പറഞ്ഞതാ. ഇത് അമ്പലമല്ലേ? എന്നെ ആരും വഴക്ക് പറയാൻ പാടില്ല. എനിക്ക് അർഹമായ സ്ഥാനം ചെമ്പകമംഗലത്ത് വേണം. എനിക്കിഷ്ടമില്ലാത്തത് എന്തെങ്കിലും അവിടെ ഉണ്ടായാ ആ നിമിഷം കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോകും. ഒരു വീടാകുമ്പോ അഭിപ്രായവും അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവും. അതൊന്നും എന്നോട് പാടില്ല. എനിക്ക് സ്വസ്ഥതയും സമാധാനവും വേണം. സമ്മതിച്ചോ? ആ, സമ്മതിച്ചു. വാക്ക് വാക്ക് എങ്കിൽ പിന്നെ ബാക്കിയെല്ലാം മുറ പോലെ നടക്കട്ടെ.